കണ്ടിട്ടില്ലല്ലോ തൃശ്ശൂരായിട്ട്. കൊള്ളാടാ, സൂപ്പറാണ്. അത് ഇത് ഒന്നര മുഴുവനുണ്ടാവില്ല. ഒന്ന് പോകണം വഴി കൊടുക്കണം. നീ എത്തി പോണ്ടാ തൊപ്പിയാണോ? ജീവിച്ചിട്ടില്ലേ? ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. ചേട്ടനുണ്ടോ? വരൂ. ഫുൾ പോസിറ്റീവാണ്. കളക്ഷൻ റെക്കോർഡും മറികടന്നുകൊണ്ടിരിക്കുന്നു. രാജേട്ടൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു FB പോസ്റ്റ് ചെയ്യുന്നത് തോന്നുന്നു. ടോട്ടലി ഹാപ്പിയാണ്. പടം ഇത്രയും ഫാമിലി ഓഡിയൻസിൻ്റെ നല്ല അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്. അപ്പം അതിൽ ഭയങ്കര സന്തോഷം. തിയേറ്റേഴ്സിലൊക്കെ പോകുമ്പോഴെല്ലാം തിയേറ്റേഴ്സൊക്കെ ഫുള്ളാണ്, ഹൗസ്ഫുൾ ഷോസാണ്. നമ്മളൊക്കെ ആഗ്രഹിച്ച കാര്യമാണല്ലോ. അതൊക്കെ ഇതിൽ നടക്കുമ്പോൾ ഭയങ്കര സന്തോഷം. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തിരിച്ചറിയുന്നുണ്ടോ തിരിച്ചറിയുന്നുണ്ട്. ഫാമിലീസും ഒക്കെ അവിടെ ഈ ഡാൻസും പരിപാടികളൊക്കെ കണ്ടിട്ട് ആൾക്കാരെ എൻജോയ് ചെയ്തിട്ടെന്ന് അറിയുന്നത് ഭയങ്കര സന്തോഷം. ഭയങ്കര സന്തോഷം. തിയേറ്ററിൽ അത്യാവശ്യം നല്ല റിവ്യൂസും കാര്യങ്ങളും പിന്നെ ഒരുപാട് പ്രേക്ഷകർ ഏറ്റെടുത്ത് ഭയങ്കര ഹാപ്പി, സന്തോഷം. ഫുൾ ഹാപ്പി. നിങ്ങളുടെ ഷൂട്ടിങ്ങിനെ പറ്റിട്ടെന്ന് പറ. ആ വളവിൽ കിടന്നുള്ള ഡാൻസുകളിൽ ആ സീൻ ശരിക്കും ആ ഷർട്ട് വരണം എന്നുള്ള ഐഡിയ അർജുൻ്റെ ഐഡിയ ആണത്.
അർജുനോട് പറഞ്ഞാണ് നീ ഷർട്ട് ഊരിയിട്ട് എന്തെങ്കിലും പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ നൈസായിരിക്കും, അത് വർക്കായി, അത് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഭയങ്കര സന്തോഷം. ആൾക്കാർ നല്ല ചിരി നല്ല തണുപ്പായിരുന്നു ആ ഷർട്ട്. രാവിലെ ചൂടും വൈകിട്ട് നടക്കും. വൈകിട്ട് പ്രത്യേകിച്ച് അത് ഫുൾ നൈറ്റ് ആയിരുന്നു ഷൂട്ട് പോയപ്പോൾ. മറ്റേ പാലക്കാട് ഒരു ഫോറസ്റ്റ് ആ ഒരു ഏരിയയിലായിരുന്നു. അപ്പോൾ അതിന്റെ ഭയങ്കര തണുപ്പും കാര്യമായിട്ട് ഉണ്ടായിരുന്നു. ഇത് കറക്റ്റ് ആ വളവിൽ തന്നെയാണോ ഷൂട്ട് ചെയ്തത്? അല്ലല്ല, ഇത് വേറൊരു ലൊക്കേഷൻ. ഇത് പാലക്കാട് ഉള്ളത്. പാലക്കാട് നമ്മളങ്ങനെ ഏരിയ സെറ്റ് ചെയ്തിട്ട് അവിടെയാണ് ഷൂട്ട് ചെയ്തത്. അർജുനായിട്ട് എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്ത് സീനിലൊക്കെ എങ്ങനെയാണ്? ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തു, ഭയങ്കര സപ്പോർട്ട് ചെയ്യും. ഇവരിപ്പോൾ അച്ഛൻ്റെ മൂന്നാമത്തെ പടമാണ്, ഞാൻ രണ്ടാമത്തെ പടമാണ്. 2 പടത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആള് തരുന്ന ഒരു കോൺട്രിബ്യൂഷൻ, ആള് തരുന്ന സപ്പോർട്ട് ഭയങ്കര ഇതാണ്. നമുക്കിങ്ങനെ ഓരോരോ സജഷൻസ് പറഞ്ഞ ഷർട്ട് എന്ന കാര്യം അച്ഛനാണ് പറഞ്ഞത്. അതുപോലെ ഓരോ സീനിനകത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആളിങ്ങനെ പറയണം, ഇങ്ങനെ ചെയ്ത് കൊടുക്കും, അങ്ങനെ ചെയ്ത് കൊടുക്കാൻ കറക്റ്റ് വർക്കായിരിക്കും അത്. ഇനി വരാനുള്ള പ്രൊജക്ട് ഈ അടുത്തത് ഞാനിങ്ങനെ ജിസ്മാൻ വിമൽ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ സീരീസ് ചെയ്യുന്നുണ്ട്, ഹരിച്ചു മുണിച്ചെന്ന് പറഞ്ഞത്. അതിൻ്റെ സെക്കൻഡ് എപ്പിസോഡ് ഇനി വരാനുണ്ട്. പിന്നെ പടങ്ങളുടെയൊക്കെ സംസാരം ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ആ അതെ അതെ ചോദിക്കുന്നുണ്ട്. ഇനി 15-ാം തീയതി തലവര, അതിനുശേഷം കളിമംഗലം ജോലി സെപ്റ്റംബർ ലാസ്റ്റ് ഷൂട്ട് തുടങ്ങിയത് അത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഷൂട്ട് മറുപടി കഴിഞ്ഞ് വർക്ക് നടക്കണം. എൻ്റെ ആർട്ടിസ്റ്റ് ഞാൻ അലിമുൽ ഖാൻ, പിന്നെ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അബി കൃഷ്ണ എന്ന് പറഞ്ഞൊരു പേരുണ്ട്, പിന്നെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. അത്യാവശ്യം നല്ല പരിപാടിയാണ് വിചാരിക്കുന്നു, അറിയില്ല. തീവ്രപരി ഡയറക്ടറാണ് രാജേഷ് പുള്ളിയുടെ രണ്ടാമത്തെ. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കണ്ട്. അതെ, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. താങ്ക് യു സോ മച്ച്. ഓക്കെ. ഹായ്, ഇത് വലിയ സന്തോഷത്തിൽ നിൽക്കുകയാണ് തിയേറ്ററിൽ ഷെയർസിൽ വന്നേക്കാണ്. അത്യാവശ്യം നല്ല ക്രൗഡ് ഇന്ന് ചൊവ്വാഴ്ചയായിട്ട് ഈ തിയേറ്ററിൽ ഉണ്ടെന്ന് അറിയാൻ സാധിച്ചു. അങ്ങനെ ഒരു മഴയുടെ ഇത് രാവിലെ ചെറുതായിട്ടൊന്ന് കിട്ടിയായിരുന്നു. പക്ഷേ എന്നാൽ പോലും ഈവനിങ് ആയപ്പോഴത്തേക്കും മഴയൊന്നും മാറി. അപ്പം തന്നെ ജനങ്ങളെല്ലാവരും വീണ്ടും തിയേറ്ററിലേക്ക് വന്ന് കാണുന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം. ഇതാണ് എൻ്റെ പടം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഫാമിലി സപ്പോർട്ട് തന്നെയാണ് നോക്കുന്നത്. ഫാമിലി ഓഡിയൻസ് വരുന്നത് ഇത് കാണുമ്പോൾ വലിയ സന്തോഷം. കാരണം നമ്മൾ ഫസ്റ്റ് ഡേ 1 കിട്ടിയ ഒരു ബാക്ക് ഫയർ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ ആരെയും കുറ്റപ്പെടുത്തുന്നല്ല, ഒരു സിനിഫൈലായിട്ടുള്ള ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള സിനിമയല്ലെന്ന് നമ്മുടെ എല്ലാ പടം തുടങ്ങുമ്പോൾ തൊട്ടുള്ള പ്രൊമോഷൻസിലും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ടായിരുന്നു. ഇത് ഒരു ഫാമിലി ഫിലിം, ഫാമിലിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന സിനിമ. അതുപോലെ തന്നെ നമ്മുടെ 90 കാലങ്ങളിൽ നമ്മൾ കണ്ടു പറഞ്ഞേക്കുന്ന സിനിമകൾ, അതിനെ റിപ്രസെൻറ്റ് ചെയ്തേക്കുന്ന പടമാണ് സുമതിയുള്ളത്. അത് മനസ്സിലാക്കിയ ആൾക്കാർ വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇപ്പോൾ വന്നേക്കുന്ന ഈ ഫാമിലി ഓഡിയൻസിൻ്റെ തിയേറ്ററിലേക്കുള്ളൊരു എന്താ പറയുക, ആ ഒരു റഷ്. അപ്പോൾ അത് മനസ്സിലാക്കി വന്ന എല്ലാ ഫാമിലി ഓഡിയൻസിനും ഹൃദയത്തിൻ്റെ ഭാഷയും താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഈ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുകയാണ്. കാരണം നല്ലൊരു സിനിമയാണെന്നുള്ള റിപ്പോർട്ട്സ് ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ കാണുക. നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല ഫാമിലി ഓഡിയൻസിന്. നിങ്ങളുടെ കുട്ടികളായിട്ടും വന്ന് നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി മൂവ്മെന്റ് തന്നെയായിരിക്കും ഈ ചിത്രം. രാജേട്ടൻ അയ്യോ, ആള് ഷെയർ ചെയ്തപ്പോൾ തന്നെ അതായത് അത്രയും ഒന്നുമില്ലാതെ അദ്ദേഹം അങ്ങനെ ഷെയർ ചെയ്യില്ലല്ലോ. അത് തന്നെ വലിയൊരു സന്തോഷം. രാജുവിടെ മാത്രമല്ല, ഇപ്പോൾ എനിക്ക് തോന്നുന്നു 1-2 താരങ്ങളും ഇപ്പോൾ തമിഴിലുള്ള ആര്യ വരെ നമുക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിക്ക് നല്ലൊരു സിനിമകൾ, അതായത് എനിക്ക് തോന്നുന്നു ഇതായിട്ട് ഞാൻ പറയല്ല, തുടരുന്നതിന് ശേഷം പിന്നെ ആൾക്കാർ ഫാമിലി ഓഡിയൻസ് വീണ്ടും തിയേറ്ററിലേക്ക് വരാൻ തുടങ്ങിയാണ്. അപ്പോൾ ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ചിത്രത്തിൽ ഈ പറഞ്ഞ പോലെ കോഞ്ചറിങ് പ്രതീക്ഷിച്ച് വന്ന ആൾക്കാരെ നിരാശപ്പെടുത്തിയത് വെരി സോറി. പക്ഷെ നമ്മൾ ആദ്യമേ പറയുന്നുണ്ടായിരുന്നു ഇതൊരു കുടുംബ ചിത്രമാണ്. അപ്പോൾ ഒരു ഫാമിലി മൊമെൻറ്റ് ഗ്യാരണ്ടീഡ് ആയിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യും. ഇതിൽ കുറേ ആർട്ടിസ്റ്റ് ഉണ്ട്, പക്ഷെ ആ ആർട്ടിസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാസ് എൻട്രി കൊടുത്തിട്ടുള്ള ഗോകുൽ സുരേഷനാണ്. ഗോകുൽ സുരേഷിന് സെപ്പറേറ്റ് ഒരു സ്ക്രീൻ സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട് എൻട്രിയിൽ. അങ്ങനെ കൊടുക്കാനുള്ള എനിക്ക് പക്ഷെ ഇപ്പോൾ കോളുകൾ വരുമ്പോൾ പരാതിയാണ് ഗോകുലിൻ്റെ ഒരു ആക്ഷനും. കാരണം ഇത്രയും അവന് നല്ല മാസമായിട്ട് ഗോകുൽ തന്നെ പറഞ്ഞു അവൻ്റെ ഫിലിം കരിയറിൽ തന്നെ അവനെ കിട്ടിയ ഏറ്റവും വലിയ ഇൻട്രോ ആണ് സുമതി വളവിൽ കിട്ടിയത്. അപ്പോൾ ആൾക്കാരുടെ ഒരു അക്സെപ്റ്റൻസ് ഇപ്പോൾ കാണുമ്പോൾ മേ ബി ഇൻ ഫ്യൂച്ചർ അവനെ വെച്ചിട്ടൊരു പടം ചെയ്താലോ എന്നുള്ളത് ചിന്തിക്കുകയാണ്. അത് ഒരു പ്രൊമിനൻ്റ് ആക്ടറായിട്ട്, പ്രൊമിനൻ്റ് ഹീറോ ആയിട്ട്. സുരേഷ് ചേട്ടൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും ഇത് കിട്ടിയ? സുരേഷ് ചേട്ടൻ്റെ അടുത്തുനിന്ന് ഇതൊന്നും മൈൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കിട്ടി.
ഇത് ജനങ്ങൾ ഏറ്റെടുത്തു, അത് മതി, അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചു, വഴിയെ വഴി ആൾക്കാർ കയറിക്കോളും എന്നുള്ളൊരു ധൈര്യം അദ്ദേഹം തന്നിട്ടുണ്ട്. മെസ്സേജ് ഫസ്റ്റ് ഡേ ആണോ? അല്ല, നമുക്കൊരു 3rd ഡേ ആയപ്പോഴാണ്. കാരണം ഈ ഫസ്റ്റ് ഡേ ആയിരുന്നു ഈ മെസ്സേജസ് എല്ലാം വന്നത്. സെക്കൻഡ് ഡേ അത് അഫക്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ പടത്തിൻ്റെ ഏറ്റവും വലിയ കളക്ഷൻ കിട്ടിയേക്കുന്നത് ഈ 2nd ഡേയും 3rd ഡേയും ആണ്. അപ്പോൾ അത് തന്നെയാണ് ഈ പറഞ്ഞ വിമർശകർക്കുള്ള മറുപടി. താങ്ക് യു. ജിഷ്ണു ഒന്ന് ഫ്രണ്ട് മാറി എങ്ങനെയുണ്ട് സിനിമയുടെ മൊത്തത്തിൽ എങ്ങനെയുണ്ട് വൈബ്? പിന്നെ ഹൗസ്ഫുള്ളായിട്ട് വിടുമല്ലേ, നല്ല കാര്യം. നമ്മളിവിടെ ഷെനായിക്ക് വന്നിരിക്കുകയാണ്, ഏറ്റിരിക്കുന്നു പോരെ. Thank you.